Welcome to the fifth session of the second module of the course Electrical Technology. In the last class, we have discussed Thevenin's theorem. The whole circuit of across the terminals of a resistor is converted into a voltage source with an internal resistance. നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്ത സർക്യൂട്ട് ഇതാണ്. അതിൽ കണ്ടുപിടിച്ചത് R3 ൽ കൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിച്ചത്. ഈ സർക്യൂട്ടിനെ ഇങ്ങനൊരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റി. ദറ്റ് ഈസ് VTH ആൻഡ് RTH. VTH is the Thevenin voltage, RTH is the Thevenin resistance. Then R3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. Then current through R3 I is equal to voltage. ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് VTH ആണ്. VTH divided by total resistance RTH plus RL, R3. That is the whole circuit across the terminals of a resistor. ഇവിടെ terminals എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R3 ൽ കൂടെയുള്ള കറണ്ടാണ്. സോ R3യുടെ അക്രോസ് ആയിട്ടുള്ളത് is converted into a voltage source with an internal resistance. The voltage source is the open circuit voltage known as Thevenin's voltage. Internal resistance is known as the equivalent resistance across the terminals, and that is the Thevenin resistance. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടിനെ നമുക്കൊരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് Thevenin's theorem യൂസ് ചെയ്ത് മാറ്റാൻ പറ്റും. And in this session we discuss about the maximum power transfer theorem. So maximum power transfer theorem പറയുന്നത് ഈ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് ഇസ് ദ സോഴ്സ്, RI ഇസ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ്. പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏതൊരു ബാറ്ററി സോഴ്സ് എടുത്താലും അതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. RI ഇസ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ടേജ് സോഴ്സ് V, RL ഇസ് ദ ലോഡ് കറണ്ട്. ആൻഡ് ദ ലോഡ് കറണ്ട് I, then ഈ പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RL, RLൻ്റെ വാല്യൂ എന്തായിരിക്കണം ടു ട്രാൻസ്ഫർ ദ മാക്സിമം പവർ. വോൾട്ടേജ് സോഴ്സ് വിയിൽ നിന്നും RLലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ RLൻ്റെ വാല്യൂ എന്തായിരിക്കണം. Maximum power transfer theorem tells that at what load maximum power will be transferred from the source to the load. സോഴ്സ് വിയിൽ നിന്നും മാക്സിമം പവർ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RL. സോ ദർ ഇസ് എ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. ഈ സർക്യൂട്ടിൽ ദർ ഇസ് എ കറണ്ട് I, that I is equal to നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡ് ബൈ R. ഈ ഒരു സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് RI പ്ലസ് RL. V ഡിവൈഡ് ബൈ RI പ്ലസ് RL. ദെൻ പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് P is equal to I square RL. ദിസ് ഈസ് ദ ഇക്വേഷൻ. സോ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് മാക്സിമം പവറിനുള്ള കണ്ടീഷൻ കണ്ടുപിടിക്കാം. I is equal to V divided by RI plus RL, and equation for power P is equal to I square RL V divided by RI plus RL whole square into RL. This is equal to V square divided by RI plus RL whole square into RL. മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ്റെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ ഈ ഇക്വേഷൻ അതായത് മാക്സിമം പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ദാറ്റ് ഈസ് dP by dRL and equal to 0, and this is equal to d by
dRL into power, that is V square divided by Ri plus RL whole square into RL and equal to 0. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വി സ്ക്വയർ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ദറ്റ് ഈസ് വി സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി ആർ എൽ ഇൻറ്റു ആർ എൽ ഡിവൈഡ് ബൈ ആർ ഐ പ്ലസ് ആർ എൽ whole square that equal to 0. Last equation is v square into d by drl into rl divided by ri plus rl whole square, and this is the dp by drl. Finally equate to 0 ചെയ്യാം. dp by drl is equal to v square into d by drl into ഞാൻ ri plus rl whole square ന്യൂമറേറ്റർ ആക്കുന്നു, ദാറ്റ് ഈസ് ri plus rl whole square മുകളിലേക്ക് പോകും ന്യൂമറേറ്റർ ആകുമ്പോൾ ഇറ്റ് വിൽ becomes -2 into rl. So this is equal to v square into, take this as the first term and this is the second term. First term into ri plus rl -2 into derivative of second 1 plus second term into derivative of first, that is -2 into ri plus rl whole raised to -2 minus 1 into 1, and this is equal to v square -2 എന്നുള്ളത് ഞാൻ ഡിനോമിനേറ്റർ ആക്കി, so that it becomes ri plus rl whole square minus 2rl divided by, and this becomes denominator ആകുമ്പോൾ that becomes ri plus rl raised to 3. Then in the maximum condition വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എടുത്തു and then equal to 0 and take that LCM. So this becomes v square into ri plus rl whole cube minus 2rl into ri plus rl whole square, that is equal to 0. Then ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, that is v square into ri plus rl minus 2rl equals 0, and here the v square is the common term, so this becomes ri plus rl minus 2rl that is equal to 0, that is ri plus rl equals 2rl. So ri equals 2rl, ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ് ആർ എല്ലിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇറ്റ് becomes minus rl, that is ri equals rl, that is we can write it as rl equal to ri.
and this is the voltage source, this is the internal resistance of the battery, and this is the voltage source V, and this is the RL. വോൾട്ടേജ് സോഴ്സ് വിയിൽ നിന്നും മാക്സിമം പവർ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ കണ്ടീഷൻ ഈസ് ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബാറ്ററി. ദാറ്റ് ഈസ് ദ മാക്സിമം പവർ ട്രാൻസ്ഫർ വിൽ ഒക്കർ when the value of load resistance is equal to the internal resistance. Ri or RL is equal to Ri. Then maximum power will be transferred to the load. It states that in a DC network, maximum power will be transferred from the source to the load when load resistance becomes equals to the internal resistance of the network as viewed from the load terminals. That is, simply mathematically we can write RL load resistance is equal to internal resistance of the battery. The circuit can be first converted into a voltage source with one internal resistance by applying Thevenin's theorem. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ കൺസിഡർ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ മാക്സിമം പവർ ആർ എൽ എന്ന് പറഞ്ഞ റെസിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ആർ എൽ ഈസ് ഈക്വൽ ടു ആർ ഐ ആയിരിക്കണം. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു നെറ്റ്വർക്കാണിത്. ഈ സർക്യൂട്ടിൽ ദിസ് ഈസ് ദ ആർ എൽ. ഈ ആർ എല്ലിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു ആർ എൽ ഈസ് ഈക്വൽ ടു ആർ ഐ ആയിരിക്കണം. ഇവിടെ എങ്ങനെ ആർ ഐ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ഇതാണ് ആർ എൽ എന്ന് പറയുന്നത്, ബാക്കി റിമൈനിങ് സർക്യൂട്ടാണ് ഈ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ നിന്ന് എങ്ങനെ ആർ ഐ കണ്ടുപിടിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ തെവനിൻസ് തിയറം യൂസ് ചെയ്യുന്നത്. അതായത് തെവനിൻസ് തിയറം യൂസ് ചെയ്തിട്ട് റിമൈനിങ് പോർഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ എൽ കൂടെയുള്ള പവറാണ്. ആർ എൽ കൂടെയുള്ള പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആർ എൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ആർ എൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഈ ബാക്കി റിമൈനിങ് പോർഷൻസിനെ നമുക്ക് തെവനിൻസ് തിയറം അപ്ലൈ ചെയ്ത് ഒരു വോൾട്ടേജ് സോഴ്സും ആർ ഐയും എന്നുള്ള ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. റിമൈനിങ് പോർഷൻസിനെ തെവനിൻസ് തിയറം ഉപയോഗിച്ചിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസുമായിട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ ആർ എൽ കണക്ട് ചെയ്യാം. സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ കറണ്ട് ത്രൂ ആർ എൽ? ദിസ് ഇസ് ദ കറണ്ട് ഐ. എങ്ങനെ കണ്ടുപിടിക്കാം? I is equal to voltage source. Voltage source is V divided by RI plus RL. ഈ രീതിയിൽ കണ്ടുപിടിക്കാം. സോ അതാണ് ഇവിടെ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. ഏത് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആയിരുന്നാലും നമുക്കതിന് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് കൺവേർട്ട് ചെയ്യാം ബൈ യൂസിങ് തെവനിൻസ് തിയറം. സോ ഈ ഒരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് അറ്റ് വാട്ട് വാല്യൂ ഓഫ് RL the power transferred to the load will be maximum and what would be the power of maximum power. ഈ ഒരു സർക്യൂട്ടിൽ ആർ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ആർ എല്ലിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കണം? അതുപോലെ തന്നെ മാക്സിമം പവർ കണ്ടുപിടിക്കുക. ഇത് പ്രീവിയസ് സ്ലൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ റിമൈനിങ് പോർഷൻസിനെ തെവനിൻസ് തിയറം വെച്ചിട്ട് നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ബാക്കി റിമൈനിങ് പോർഷൻസ് എന്ന് പറയുന്നത് ഇതാണ് റിമൈനിങ് പോർഷൻസ്. ഈ റിമൈനിങ് പോർഷൻസിലേക്ക് തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യുക. തെവനിൻസ് തിയറം. സോ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു ആർ ഐ എന്നുള്ള ഫോമിലേക്ക് മാറും. ദെൻ ആർ എൽ കണക്ട് ചെയ്യുക. ഇവിടെ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ഈസ് ഈക്വൽ ടു voltage divided by RI plus RL. Then RL dissipate in the maximum power, P is equal to I square RL. Okay. ഇനി ബാക്കി റിമൈനിങ് പോർഷൻസിനെ തെവനിൻസ് സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. സോ ഹൗ ടു ഫൈൻഡ് തെവനിൻസ് വോൾട്ടേജ്? ഈ ഒരു സർക്യൂട്ട് എടുക്കുക. ഇവിടെ
ലോഡ് റെസിസ്റ്റൻസ് ഓപ്പൺ ചെയ്തു. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് തെവനിൻസ് തിയറം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഈ സർക്യൂട്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇതുവഴി കറണ്ട് ഫ്ലോ, ഈ ഒരു പാത്തിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ ദ കറണ്ട് ഫ്ലോ ഈസ് ഓൺലി ത്രൂ ദിസ് പാത്ത്. സോ വി ടി എച്ച് എന്ന് പറയുന്നത് എന്താണ്? വി ടി എച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് 8 ഓം. അതായത് വി ടി എച്ച് എന്ന് പറഞ്ഞ ഈ പോയിന്റ് അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞ ടെർമിനൽ 8 ഓമിന് അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ തെവനിൻസ് വോൾട്ടേജ് വി ടി എച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് 8 ഓം. ഇനി വോൾട്ടേജ് അക്രോസ് 8 ഓം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 8 ഓമിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. സോ 8 ഓമിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ. വോൾട്ടേജ് 12 വോൾട്ട് ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 4 പ്ലസ് 8. സോ 12 by 12 that is equal to 1 ampere. Then voltage across 8 ohm is equal to current into that resistance. 8 ohmil kudulla current ethrayanu kandupidichittunde 1 ampere. That 1 into resistance is 8 ohm. So this is equal to 8 volt. So the VTH is equal to 8 volt. Then RTH കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ RL ഓപ്പൺ ചെയ്തു, എ ബി എന്ന് പറഞ്ഞ പോയിന്റ് വന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിംപ്ലി ഷോർട്ട് സർക്യൂട്ട്. കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യണം. ഇവിടെ ഒരു 12 വോൾട്ട് സോഴ്സ് മാത്രമേ ഉള്ളൂ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല. സോ സിംപ്ലി ഷോർട്ട് സർക്യൂട്ടിങ്. ദെൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക, മനസ്സിലാവും 4 and 8 ohms are in parallel. 4 and 8 are in parallel. So RTH is equal to പാരലൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. that is 8 into 4 divided by 8 plus 4. So that is equal to 32 by 12 ohms. Then draw the equivalent circuit. That is remaining സർക്യൂട്ടിനെ നമ്മൾ ഒരു തെവനിൻസ് വോൾട്ടേജ് ആർ തെവനിൻ കൺവേർട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ആർ ടി എച്ച് ഈസ് ലാസ്റ്റ് സ്ലൈഡിൽ കണ്ടുപിടിച്ചു 8 into 4 divided by 8 plus 4, that is 32 by 12, and simplify we can get it 8 by 3 ohms. അതാണ് റിമൈനിങ് പോർഷൻസിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് വി 8 വോൾട്ട്, ദ റെസിസ്റ്റൻസ് ഈസ് 8 by 3 RL. ദെൻ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് RL ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ RLലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആസ് RI. ഇവിടെ RI എന്താണ്? RI ഈസ് 8 by 3. ദിസ് ഈസ് RI, ദിസ് ഈസ് ദ വോൾട്ടേജ് V, and this is RL. So maximum power transfer ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ തിയറം പറയുന്നത് RL ഈസ് ഈക്വൽ ടു RI ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ RL ഈസ് ഈക്വൽ ടു 8 by 3 ohms ആയിരിക്കണം. ദെൻ കറണ്ട് I ഈസ് ഈക്വൽ ടു V divided by RI plus RL. V is 8 volt divided by RI is 8 by 3 plus 8 by 3 is equal to 8 divided by 16 divided by 3, and this is equal to 1.5 ampere. Then power dissipated in RL is equal to I square RL. I is 1.5 square into RL is 8 by 3, and this is equal to 6 watt. That is the maximum power transfer theorem says that the maximum power is transferred to the load RL when RL is equal to the RI. That is the load resistance is same as the internal resistance of the source.
ദ ലോഡ് റെസിസ്റ്റൻസ് ബാറ്ററി സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ആർ എല്ലിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും. താങ്ക് യു.